കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട ബൈബിൾ മെമ്പേഴ്സ്, അതേപോലെ നിങ്ങളുടെ ഓരോരുത്തരെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം എന്തെന്ന് മനസ്സിലാക്കാനായിട്ട് എത്തിയിട്ടുള്ള അംഗങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ വന്ദനം. ബൈബിൾ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി രജിസ്റ്റർ സൂചിപ്പിച്ചു കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. 2025 മെയ് മാസം 24-ാം തീയതി നമ്മുടെ കമ്പനി ഔപചാരികമായിട്ട് ആരംഭിച്ചിരിക്കുന്നു. മുൻപോട്ടുള്ള പ്രയാണത്തില് നമ്മളെ പല ഘട്ടങ്ങളിലൂടെ കടന്ന് ഇപ്പോൾ 6 മാസം പൂർത്തീകരിക്കുമ്പോൾ കമ്പനി 2000-ത്തിലധികം പ്രൊഡക്റ്റുകളുടെ വിപണനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു. ഇന്ന് നമ്മുടെ കമ്പനിയിൽ പ്രൊഡക്റ്റുകളുടെ ഷൂട്ടും മറ്റു കാര്യങ്ങളും നടക്കുകയായിരുന്നു. അത് വരും ദിവസങ്ങളിൽ നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിനും അവരുടെ ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ അതേപോലെ ആര് തന്നെ ആയിക്കോട്ടെ അവർക്ക് വീഡിയോകൾ ഷെയർ ചെയ്തുകൊണ്ട് അവരുടെ ബിസിനസ് പരമാവധി ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സംവിധാനവും, അതായത് ഓരോ കസ്റ്റമേഴ്സിനും ഓരോ വ്യക്തികൾക്ക് ഈ കമ്പനിയിലേക്ക് കടന്നു വരുന്ന ഓരോ കസ്റ്റമേഴ്സിനും അവർക്ക് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന സ്വപ്നം അല്ലെ ഒരു ഇ-കൊമേഴ്സ് ബിസിനസ് യാതൊരു റിസ്ക്കും ഇല്ലാതെ സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള വലിയൊരു അവസരം കമ്പനി തുറന്നു കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ ആയിരുന്നു ഇന്ന് നമ്മുടെ ഓഫീസിൽ നടന്നിരുന്നത്. അത് എഡിറ്റ് ചെയ്ത് ഒരു ബുധനാഴ്ചയോട് കൂടി നമുക്ക് നൽകാം എന്നാണ് അതിന്റെ വിഭാഗം നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് അനായാസം ഓരോ ഉൽപ്പന്നങ്ങളെയും നമ്മുടെ സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെ ഓരോ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം നമ്മൾ ഓരോ കസ്റ്റമേഴ്സിലേക്കും നമ്മുടെ കമ്പനിയിലെ ഓരോ കസ്റ്റമേഴ്സിലേക്കും പങ്കുവയ്ക്കുന്ന ഒരു മനോഹരമായ ഫുഡ് ബിസിനസ്സാണ് കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ ഒരിക്കൽ പോലും ഒരു കസ്റ്റമേഴ്സിനും ഇന്ന് എൻ്റെ ഷോപ്പ് തുറന്നില്ല എങ്കിൽ എനിക്ക് ബിസിനസ് നടക്കില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് വന്നില്ല, ഇന്ന് ഞാൻ തനിയെ ബിസിനസ് എടുക്കും, ഇങ്ങനെയൊന്നും ഒരു ടെൻഷനും ഇല്ലാതെ ഒരു സ്മാർട്ട് ബിസിനസ് ആയിട്ട് പോകത്തക്ക രീതിയിൽ നമ്മൾ സിസ്റ്റം ബൈബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റത്തിലേക്ക് നമ്മളുടെ പ്രതിമാസ ചിലവിൽ ഉൾപ്പെടുന്ന മൊബൈൽ റീചാർജിംഗ് എന്ന സംവിധാനത്തിലൂടെ മാത്രം നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരാനുള്ള അവസരം, അതായത് കമ്പനിയുടെ പ്രൊഡക്റ്റ് പർച്ചേസിംഗ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി എങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ അഡ്വാൻസ് എമൗണ്ട് കൊണ്ട് നമുക്ക് മൊബൈൽ റീചാർജ് കമ്പനി നൽകിക്കൊണ്ട് വളരെ അനായാസം നമുക്ക് ഒരു എക്സസ് ചെലവില്ലാതെ യാതൊരു എക്സ്പെൻസും ഇല്ലാതെ നമുക്ക് വളരെ വേഗത്തിൽ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സാധിക്കും. അതായത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. അവിടെ അറിയേണ്ടത് കമ്പനിയുടെ സിസ്റ്റം എന്താണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി അതിന് വിധേയപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഇവിടുത്തെ നിബന്ധന. അതായത് നമുക്കൊരു റിസ്ക്കുമില്ല, നമുക്ക് കല്യാണത്തിന് പോകണമെങ്കിൽ പോകാം, നമുക്ക് ചോറൂണിന് പോകണമെങ്കിൽ പോകാം, എന്ത് പ്രോഗ്രാമിനും നമുക്ക് വളരെ ഫ്രീ ആയിട്ട് സ്വതന്ത്രരായിട്ട് പോകാം. നമ്മുടെ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ ബിസിനസ്സുകൾ ഭംഗിയായി നടക്കും. നമ്മൾ കാണുന്നുണ്ട് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ പലരും ചോദിക്കുന്നുണ്ട് ഇ-കൊമേഴ്സ് എന്താണ്. ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് ഏറ്റവും വേഗത്തിൽ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ നമ്മുടെ കൺമുമ്പിൽ കൂടി ഇങ്ങനെ തെക്ക് വടക്ക് ഓട്ടുന്നുണ്ടല്ലേ, നമ്മുടെ വീട്ടിലേക്കും വരാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഫുഡ് ഐറ്റംസിനൊക്കെ ഓർഡർ കൊടുത്താൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുതരാറുണ്ട് അല്ലേ. ആ പ്ലാറ്റ്ഫോമിൽ നിന്നും നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മളൊരു ഹോട്ടലിൽ പോയി കഴിക്കുമ്പോൾ എത്ര രൂപ കൊടുക്കണം അതിനേക്കാൾ കുറച്ചുകൂടി എമൗണ്ട് കൂട്ടിക്കൊടുക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ കൊണ്ടു തന്നു. അപ്പം നമ്മളതങ്ങനെ കൂട്ടിക്കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ബാക്കി പൈസ ആർക്കാണ്? അതായത് പ്രൊഡക്റ്റിന് അല്പം റേറ്റ് കൂടുതലാണ്, ആ പ്രൊഡക്റ്റ് നമ്മുടെ വീട്ടിൽ കൊണ്ടുതന്ന സർവീസിന്റെ എക്സ്പെൻസ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയുക അതിലൊരു സർട്ടൺ പെർസെൻറ്റേജ് അവിടുത്തെ ഡെലിവറി ചെയ്ത ആളുകൾക്കും ബാലൻസ് ആ പ്ലാറ്റ്ഫോമിന്റെയും പ്രോഫിറ്റാണ്. അതേപോലെ തന്നെയാണ് നമുക്കിവിടെയും വിവിധ പ്രോഡക്റ്റുകൾ വിൽക്കുക, അതിന്റെ ലാഭം കണ്ടെത്തുക, മിഡിൽമാൻ കമ്മീഷൻ കണ്ടെത്തുക. ആ കമ്മീഷൻ നമ്മുടെ കസ്റ്റമേഴ്സിനും കൂടെ ഷെയർ ചെയ്ത് വളരെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക അല്ലെങ്കിൽ ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ബൈബിളിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ടീം മെമ്പേഴ്സ് ഓരോരുത്തരും ഞങ്ങൾ ഓരോരുത്തരെയും ഈ സിസ്റ്റത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമ്മുടെ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ പ്രോഗ്രാം മനസ്സിലാക്കി അതിനനുസരിച്ച് അനുയോജ്യമായ ഒരു നിർണയം സ്വീകരിക്കുക എന്നത് മാത്രമാണ്
ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. നമുക്ക് സിസ്റ്റം മനസ്സിലാക്കുന്നതിനായി സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രോജക്റ്റിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ മെമ്പേഴ്സിനെയും ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി പ്രോഗ്രാമിലേക്ക്. ഇതിലൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യമായി എല്ലാവരോടും ചോദിക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മുടെ ജീവിത ചിലവുകൾ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ലഭിക്കുന്ന വരുമാനം തികയുന്നുണ്ടോ? ഇല്ല എങ്കിൽ നമ്മളൊരു അധിക വരുമാനത്തിനായി ആഗ്രഹിക്കുന്നുണ്ടോ? ആർ യു തിങ്കിങ് അബൌട്ട് ഗെറ്റിംഗ് സം എക്സ്ട്രാ ഏണിങ്സ്? നമ്മളൊരു അധിക വരുമാനത്തിനായിട്ട് ആലോചിക്കുന്നു എങ്കിൽ അതിനായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു കമ്പനിയാണ് ബൈബൽ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം. ഈ സ്ഥാപനത്തിൽ നിന്നും നമുക്ക് എന്ത് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതിനും ആ വാങ്ങലുകൾ നമുക്ക് ലാഭമായി നമുക്ക് ലഭിക്കുന്നതിനും, അതേപോലെ നാം ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ, എല്ലാവരും പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ സർവീസുകളോ ഒന്നും പ്രൊഡ്യൂസ് ചെയ്തൊന്നും വരില്ല. എന്നാൽ അങ്ങനെ അനേകം ആളുകളുണ്ട് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ ഇത് എവിടെ വിപണനം ചെയ്യും എന്ന ശങ്കയിൽ, അല്ലെ വിപണി ഇല്ല എന്ന കാരണത്താൽ പല ഉൽപ്പന്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കാർഷിക വിളകൾ ഉൾപ്പെടെ പല ഉൽപ്പന്നങ്ങളും നമുക്ക് അനായാസം ഉൽപ്പാദിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അത് വിപണനം ചെയ്യുന്നതിനോ സാധിക്കാത്ത സിറ്റുവേഷനാണ്. അവിടെയാണ് ബൈബലിന്റെ സ്ഥാനം കടന്നു വരുന്നത്. ഇവിടെ നമുക്ക് ഏത് ലോക്കൽ പ്ലേസിലും, അതേപോലെ നമുക്ക് സ്റ്റേറ്റ് വിട്ട് സ്റ്റേറ്റിലേക്കോ അല്ലെ ഇന്ത്യ മഹാരാജ്യം മുഴുവനോ അതിനപ്പുറത്തേക്കോ നമുക്ക് പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യുന്നതിനുള്ള ഒരു വലിയ വിപണി ക്രിയേറ്റ് ചെയ്യുകയാണ് ബൈബൽ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ചെയ്യുന്നത്. ഈ മധ്യ കേരളത്തിൽ നിന്നും ആരംഭിച്ച, ഈ അക്ഷരനഗരിയിൽ നിന്നും ആരംഭിച്ച ഈ പ്രസ്ഥാനത്തിന് മുൻപോട്ട് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവൈലബിൾ ആണ്. സർട്ടിഫിക്കറ്റ്സിൽ കുറച്ച് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഷോ ചെയ്തത്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ പ്രിന്റഡ് ബ്രോഷറുകളിലൊക്കെ നമുക്കത് കൃത്യതയോടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇവിടുത്തെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈ മേഖലകളിലൊക്കെ, അതായത് IT സെക്ടറിലോ ഓൺലൈൻ ഷോപ്പിങ്ങില്, അതേപോലെ തന്നെ ഫിനാൻസ് സെക്ടറിൽ, ടെക്സ്റ്റൈൽസിൽ, ഇങ്ങനെ പല മേഖലകളിലും എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ ഫിനാൻസ് സെക്ടറിൽ ഏറ്റവും അധികം എക്സ്പീരിയൻസുകൾ ലഭിച്ചിട്ടുള്ള വ്യക്തികൾ ചേർന്നാണ് ഈ സ്ഥാപനം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്ന് തന്നെ ഏറ്റവും അധികം സാമ്പത്തിക സുരക്ഷിതത്വമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക. അതിലൂടെ എല്ലാവരും സന്തോഷത്തോടെ നമുക്ക് മുൻപോട്ട് ജീവിച്ചു പോകുക. അതേപോലെ തന്നെ നമുക്കൊരു ബിസിനസ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിരന്തരം നമുക്ക് വരുമാനം ഉണ്ടായിരിക്കുക. നമ്മുടെ മരണകാല ശേഷവും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഒരു സമ്മാനമായി നമുക്ക് നൽകാനായിട്ടുള്ള ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് കമ്പനി ഇവിടെ ഓരോ കസ്റ്റമേഴ്സിനോടും ആവശ്യപ്പെടുന്നത്. അതിനായി നാം എന്ത് ചെയ്യണം എന്നത് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിന് കമ്പനി എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നമുക്ക് ധാരാളം ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഈ പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് നമ്മൾ കാണുന്ന പല ഓൺലൈൻ ഷോപ്പിംഗ് സ്ഥാപനങ്ങളിൽ നിന്നും, ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും, അല്ലെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ലഭ്യമാകുന്നത് പോലെ തന്നെ നമുക്ക് അനേക പ്രൊഡക്റ്റുകൾ ഇവിടെയും ലഭ്യമാണ്. ആ പ്രൊഡക്റ്റുകൾ ഓരോന്നും നമുക്ക് വിൽക്കുന്നതിലൂടെയും നമുക്ക് വാങ്ങലുകളിലൂടെയും നമുക്ക് ലാഭമുണ്ടാക്കാം. നമ്മൾ ഇന്ന് വരെ ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു, അതിൽ നിന്നും നമുക്കൊരു വരുമാനമല്ല ക്രിയേറ്റ് ചെയ്തിട്ട്. നമ്മൾ വാങ്ങിക്കുന്ന ഓരോ പ്രതിമാസ ചിലവുകളെ നമുക്ക് വരുമാനമാക്കി തീർക്കുന്ന സംവിധാനത്തിലേക്കാണ് സിസ്റ്റം ഓരോ കസ്റ്റമേഴ്സിനെയും ഇൻവൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും ക്ഷണിക്കുന്നത്. അപ്പം നമുക്കിവിടെ ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒരു ചെറിയ കറക്ഷൻ പറ്റുന്നത്. ചില ഫോട്ടോസിൽ എൻ്റെ ഫേസ് കംപ്ലീറ്റ് കാണാൻ പറ്റുന്നില്ല, അതിന് റീനെയിം ചെയ്തതാണ്, സോറി. ഓക്കെ, അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രൊഡക്റ്റുകൾ ഓരോന്നും നമുക്ക് വരുമാനം നൽകുന്ന ഒരു സംവിധാനത്തിലേക്കാണ് കമ്പനി ഈ സിസ്റ്റത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്ത് പ്രൊഡക്റ്റുകളും അതായത് നമുക്ക് ഒരു സെന്റൻസ് നമുക്ക് മനസ്സിലാക്കാം. നമ്മളിലൂടെ എന്ത് പ്രൊഡക്റ്റുകളും അല്ലെങ്കിൽ നിങ്ങളെ ഈ ലോകം അറിയാൻ ഇടയാകട്ടെ എന്ന സംവിധാനത്തിലാണ് നമ്മളിവിടെ
ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ഏതൊരു വ്യക്തിക്കും അവരുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ അവർ സൃഷ്ടിക്കുന്ന ഉൽപ്പന്നങ്ങളെ വിറ്റഴിക്കുന്നതിനുള്ള ഒരു വലിയ വിപണി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് നൽകുന്നുണ്ട്, വലിയൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു വലിയ കമ്മ്യൂണിറ്റി. അതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ നമുക്കറിയാം, നമ്മൾക്ക് ഏത് പ്രതിസന്ധികൾ വന്നാലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ എല്ലാ വ്യക്തികൾക്കും ആവശ്യമാണ്. അത് ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ നമുക്കറിയാം. കൊറോണയുടെ സമയത്ത് പോലും നമുക്കറിയാം ഒരു രീതിയിലും അടച്ചുപൂട്ടാതെ, അതായത് ജനങ്ങൾക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി ഐറ്റംസ് എല്ലാം എപ്പോഴും ലഭ്യമായിരുന്നു. അതിനുള്ള അവസരമുണ്ട്. അപ്പൊ എന്ത് പ്രതിസന്ധി വന്നാലും ഗ്രോസറി ബിസിനസ് എന്ന് പറയുന്ന മേഖല ഒരിക്കലും തളർന്നു പോകില്ല. അതുകൊണ്ട് തന്നെ കമ്പനി ആ ഒരു സിസ്റ്റത്തിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നു. അതാണ് നമ്മുടെ ഇ-കൊമേഴ്സ് വാലറ്റിലൂടെ നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിനും നൽകുന്ന സുരക്ഷിതത്വം. എപ്പോഴും നമുക്ക് എന്തൊക്കെ ആവശ്യമായ പ്രൊഡക്റ്റുകൾ നമുക്ക് വാങ്ങിയെടുക്കുന്നതിനുള്ള ഒരു സംവിധാനം. അതുകൊണ്ടാണ് കമ്പനി ഇവിടെ പറയുന്നത് വൺ ആൻഡ് ഓൺലി സസ്റ്റൈനബിൾ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സിസ്റ്റത്തിലൂടെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്, അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ കിട്ടുന്നത്, അതിനുള്ള സിസ്റ്റമാണ് കമ്പനിയുടെ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് NFC കാർഡ്. ഈ NFC കാർഡ് എന്താണ് നമുക്കിവിടെ കാണുമ്പോൾ ഇപ്പൊ മനസ്സിലാവും. ATM കാർഡ് പോലെയൊക്കെ കാണുന്ന ഒരു കാർഡാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതിനെ കൂടുതൽ വ്യക്തതയോടെ നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് ഈ NFC കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് താരതമ്യ പഠനം നടത്തുകയാണെങ്കിൽ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ ആ പണം വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ATM കാർഡ്, അല്ലെ? അതേപോലെ തന്നെ നമ്മുടെ NFC കാർഡ് എന്ന് പറയുന്നത് ബൈവെൽ ഓൺലൈൻ ഷോപ്പിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നമ്മുടെ ഇ-കൊമേഴ്സ് വാലറ്റിൽ നമുക്ക് പണമുണ്ടെങ്കിൽ ആ പണം നമുക്ക് പ്രൊഡക്റ്റുകളായി ബൈ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന നമ്മുടെ ഐഡന്റിറ്റി കാർഡാണ് NFC കാർഡ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ബൈവെൽ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന കമ്പനിയിൽ നമുക്ക് ഇ-കൊമേഴ്സ് വാലറ്റിൽ പണമുണ്ടെന്ന് കമ്പനിയുടെ ഒരു അംഗീകൃത വ്യാപാരിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടില്ല. കാരണം നമ്മുടെ കസ്റ്റമറെ ഒരു വ്യാപാരിയിൽ നിന്നും കബളിപ്പിക്കപ്പെടാൻ പാടില്ല. നമ്മുടെ കസ്റ്റമർ ഒരു വ്യാപാരിയെയും കബളിപ്പിക്കാൻ പാടില്ല. കമ്പനിയുടെ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ അംഗീകൃത വെണ്ടേഴ്സിൽ നിന്നും, അല്ലെങ്കിൽ അംഗീകൃത വ്യാപാരികളിൽ നിന്നും പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി കാർഡ് ഏതാണ്? ഈ NFC കാർഡാണ്. ഈ NFC കാർഡിൽ നമുക്ക് അടുത്തതായിട്ട് ഒരു വലിയ അഡ്വാൻറ്റേജ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് സോഫ്റ്റ്വെയർ സെക്ഷനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് അനൗൺസ് ചെയ്യാം. അതുവരെ അത് സസ്പെൻസ് ആയിട്ട് ഇരുന്നുകൊള്ളട്ടെ. അപ്പൊ നമുക്ക് ഈ NFC കാർഡ് ഉപയോഗിച്ച് പ്രൊഡക്റ്റുകൾ എവിടെ നിന്നും വാങ്ങാം. എന്നാൽ ഈ NFC കാർഡിനായിട്ട് നമുക്ക് ഒരു പർച്ചേസിങ് എമൗണ്ട് ഉണ്ട്. ഈ എമൗണ്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് 0 ഇൻവെസ്റ്റ്മെന്റിലാണ് ആക്ച്വലി ഈ കാർഡ് നമ്മുടെ കസ്റ്റമേഴ്സിന് ലഭ്യമാകുന്നതെങ്കിലും നമ്മൾ ബേസിക് ആയിട്ട് ഇതിനൊരു പർച്ചേസിങ് എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഈ കാർഡിന്റെ വാല്യൂ എങ്കിലേ മനസ്സിലാവുള്ളൂ. ഈ കാർഡിന് എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്ത് നമുക്ക് അതിനോടുള്ള ആ ഒരു സൂക്ഷ്മത കൂടും. എന്നാൽ ഈ കാർഡ് ഇല്ലാതെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ ഔട്ട്സൈഡ് പർച്ചേസിങ് നടക്കില്ല, എന്ന കമ്പനിയുടെ ഇൻസൈഡ് പർച്ചേസിങ് നമുക്ക് സാധ്യമാവുകയും ചെയ്യും. അപ്പൊ അതിനായിട്ട് ഈ NFC കാർഡ് വാങ്ങാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യമായി ചെയ്യാവുന്ന പലതരത്തിൽ നമുക്ക് ഇതിലേക്ക് കടന്നു വരാം. അതിൽ ആദ്യമായി ചെയ്യാവുന്ന ഒരു വഴിയാണ് അഡ്വാൻസ് എമൗണ്ട്. അതായത് NFC കാർഡിനുള്ള എമൗണ്ട്, ബുക്കിംഗ് എമൗണ്ട് തന്നുകൊണ്ട് നമുക്ക് അതായത് പർച്ചേസ് അഡ്വാൻസ് എമൗണ്ട് തന്നുകൊണ്ട് നമുക്ക് കമ്പനിയുടെ ഈ സിസ്റ്റത്തിലേക്ക് കടന്നു വരാം. അവിടെ കമ്പനി ഒരു സർവീസ് നൽകുന്നുണ്ട്. 350 രൂപ ക്രമത്തിൽ 3 times മൊബൈൽ റീചാർജ് ചെയ്ത് നൽകും. അതായത് 350 രൂപ ക്രമത്തിലാകുമ്പോൾ നമുക്കറിയാം 1000 രൂപയ്ക്ക് 1050 രൂപയും നമുക്ക് റീചാർജിങ്ങിനായിട്ട് തിരികെ ലഭിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ എക്സ്പെൻസ് വന്നോ? ഇല്ല. ഒരു എക്സ്പെൻസും ഇല്ലാതെ നമ്മളൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ. അതാണ് ഒരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അതായത് നമുക്കിവിടെ ഒരു വെബ്സൈറ്റ് അവൈലബിൾ ആകുകയാണ്. അവിടേക്ക് നമുക്ക് മറ്റ് കസ്റ്റമേഴ്സിലൂടെ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാം, മറ്റ് കസ്റ്റമേഴ്സിനെ ആഡ് ചെയ്യാം, നമുക്കുള്ള പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്യാം. ഇങ്ങനെയൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. അതിനായിട്ടാണ് കമ്പനി ഈ സിസ്റ്റത്തിലേക്ക് 1000 രൂപ അഡ്വാൻസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കടന്നു വരാം എന്ന് പറയുന്നതിന്റെ കാരണം ഓപ്പർച്യൂണിറ്റി എന്താന്ന് കണ്ട് മനസ്സിലാക്കുക, തൊട്ടറിയുക എന്നുള്ളതാണ് കമ്പനി ഇവിടെ കൊടുത്തിരിക്കുന്ന അവസരം. ബിസിനസിനെ മനസ്സിലാക്കുക. അവിടെ ഒരു കണ്ടീഷൻ പക്ഷേ കമ്പനി പറഞ്ഞിട്ടുണ്ട്. 25 ഡേയ്സിനുള്ളിൽ 2 ഡയറക്റ്റ് റെഫറൽ, അതായത് ഈ കമ്പനിക്ക് കസ്റ്റമർ കമ്മ്യൂണിറ്റി കൂട്ടിത്തരിക എന്നതാണ് ഓരോ കസ്റ്റമറുടെയും
ഡ്യൂട്ടി. അതിനായിട്ട് കമ്പനി ആ കസ്റ്റമേഴ്സിന് ഓരോരുത്തർക്കും ബെനിഫിറ്റ് നൽകുന്നുണ്ട്, കമ്മീഷൻ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് 1000 രൂപയ്ക്ക് ബിസിനസ്സിലേക്ക് കടന്നു വരുന്നതിനൊപ്പം നമ്മൾ 2 കസ്റ്റമേഴ്സിനെങ്കിലും ഒരു 25 ഡേയ്സിനുള്ളിൽ നമ്മൾ കമ്പനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കമ്പനി പറഞ്ഞിരിക്കുന്നത് എന്താ, നിങ്ങൾക്കൊരു ഏജൻസി കമ്മീഷൻ തരാം, നിങ്ങൾക്കൊരു എക്സിക്യൂട്ടീവിന് കൊടുക്കുന്ന കമ്മീഷൻ തരാം എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോസസ്സിന്റെ കൂടെ തന്നെ നമുക്ക് കമ്മീഷൻ കിട്ടും. അതിനൊപ്പം തന്നെ കമ്പനിയിൽ നിന്ന് ഫസ്റ്റ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം, 1500 രൂപയ്ക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത കമ്മീഷനൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും വിത്ഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ്? വെൽനസ് പ്രോഡക്റ്റ് വാങ്ങിക്കാം, ടെക്സ്റ്റൈൽസ് ഐറ്റംസ് വാങ്ങിക്കാം, സ്പൈസസ് വാങ്ങിക്കാം. ഓരോന്നും ഓരോ റേഞ്ചിലായിരിക്കും, ഓരോ എമൗണ്ടിലായിരിക്കും നമുക്ക് പ്രൊഡക്റ്റുകൾ കിട്ടുന്നത്. അത് മിനിമം 1500 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങണം. അതിനുശേഷം കമ്പനി പറയുന്നത് എന്താണ്, നമ്മൾ ഇങ്ങനെ ബിസിനസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് വരുമാനം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ സിസ്റ്റം നമുക്ക് പിറകാലെ ഇനി മുൻപോട്ട് പോകുമ്പോൾ പഠിക്കാം. അപ്പൊ നമുക്ക് കമ്മീഷൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, കമ്മീഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ സമീപ പ്രദേശത്തുള്ള ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണം. നമ്മുടെ വീട്ടിലേക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ എന്ത് വേണം? NFC കാർഡ് വേണം. NFC കാർഡ് വാങ്ങണമെങ്കിൽ പണം കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതിന് 2 പാർട്ടായിട്ട് കമ്പനി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം അഡ്വാൻസ് ആയിട്ട് നമ്മൾ 1000 രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് അടുത്ത, നമുക്ക് ഫസ്റ്റ് പാർട്ടായ 2000 രൂപയ്ക്ക് ടോപ്പപ്പ് ചെയ്യണം. ആ 2000 രൂപയും നമ്മുടെ NFC കാർഡിൽ സ്റ്റോർ ആയിരിക്കും. നമുക്കത് പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് ആയിട്ട് തിരികെ കിട്ടും. അതായത് പ്രൊഡക്റ്റിന്റെ DP പ്രൈസ് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന ആ എത്രയാണോ പ്രൈസ് അതിൽ നിന്നും നമ്മുടെ ഡിസ്കൗണ്ട് വൗച്ചർ പ്രകാരമുള്ള എമൗണ്ടുകൾ കൂടെ അഡീഷണൽ നമുക്ക് കുറച്ച് കിട്ടും. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് എടുത്തിട്ട് റീസെയിൽ ചെയ്യുകയാണെങ്കിൽ ആ പൈസ എല്ലാം നമുക്ക് പണമായി തന്നെ തിരികെ വരും. അതായത് ഫലത്തിൽ ഒന്നേ ഉള്ളൂ കമ്പനി ഫോക്കസ് ചെയ്യുന്ന, ഒരു മനുഷ്യർക്കും 1 രൂപയുടെയും എക്സ്പെൻസ് ഇല്ലാതെ അവർക്ക് ബിസിനസ്സിലൂടെ വരുമാനം നിരന്തരമാക്കി കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ഓരോരുത്തരും സാമ്പത്തിക ഭദ്രതയുള്ളവരാകുകയും ഈ കമ്പനിക്ക് ഏത് പ്രോഡക്റ്റുകളും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വിപണനം ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കുകയാണ് കമ്പനി ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോപ്പപ്പിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ടോപ്പപ്പും നമുക്ക് അതേപോലെ ചെയ്യണം. ടോട്ടൽ 5000 റുപ്പീസും നമുക്ക് NFC കാർഡിലേക്ക് നിക്ഷേപിക്കപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ കമ്പനിയിലേക്ക് കൊടുത്ത് അത് പർച്ചേസ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ സമീപ പ്രദേശത്തുനിന്നുള്ള ഓരോ ഷോപ്പിൽ നിന്നും നമുക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ പ്രൊഡക്റ്റുകൾ വാങ്ങേണ്ട ആവശ്യത എന്താ? ഞങ്ങൾക്ക് ഈ 5000 രൂപ കൊടുത്ത് NFC കാർഡ് വാങ്ങിച്ചിട്ട് പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇപ്പൊ പോയാലും പ്രൊഡക്റ്റ് കിട്ടും. ഇപ്പൊ പോയാൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം കൊടുത്താൽ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും. NFC കാർഡ് ഉണ്ടെങ്കിൽ ആ NFC കാർഡിൽ എന്താണോ എമൗണ്ട് ഹോൾഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ എമൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? പ്രൊഡക്റ്റ് കിട്ടും. നമ്മുടെ പോക്കറ്റിൽ നിന്നും പണം എടുക്കണ്ട എന്നതാണ് സത്യം. അപ്പൊ ആ ഒരു റൂട്ടിലേക്കാണ് കമ്പനി ആരെ കൊണ്ടുവരുന്നത്? ഓരോ കസ്റ്റമേഴ്സിനെയും കൊണ്ടുവരുന്നത്. അതിനായിട്ട് നമ്മൾ എന്ത് മാത്രമേ ചെയ്തുള്ളൂ? നമ്മൾ താൽക്കാലികമായിട്ട് നമ്മുടെ ആവശ്യത്തിലേക്ക്, നമ്മുടെ ലാഭത്തിനായിട്ട് നമ്മൾ NFC കാർഡ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് യൂസ് ചെയ്തു എന്നത് മാത്രമേ ഉള്ളൂ. കമ്പനി ഒരു പൈസ പോലും ഒരു കസ്റ്റമേഴ്സിൽ നിന്നും NFC കാർഡിനായിട്ട് എന്നാൽ കളക്ട് ചെയ്യുന്നില്ല. ആ എമൗണ്ട് നമ്മളിലേക്ക് തന്നെ തിരികെ നൽകപ്പെടുന്നു. അതിന്റെ പൊട്ടൻഷ്യൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമുക്ക് എത്രത്തോളം സാധ്യതയുള്ളതാണ് ഈ NFC കാർഡ്. അപ്പം ഒരു കസ്റ്റമർ നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ട, അതായത് കമ്പനിക്ക് മറ്റു കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഓരോ നാളുകൾ മുൻപോട്ട് പോകുമ്പോഴും നമ്മുടെ NFC കാർഡിൽ അതിനനുസരിച്ചുള്ള എമൗണ്ടുകൾ കൂടി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ NFC കാർഡ് ഉപയോഗിച്ച് ഒരു 10000 രൂപയുടെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അതുകൊണ്ട് നേട്ടം ഉണ്ടാകും എന്നാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഇവിടെ നമുക്ക് NFC കാർഡിലേക്ക് ഫണ്ട് ലോഡ് ചെയ്തുകൊണ്ടും നമുക്ക് പ്രൊഡക്റ്റുകൾ ബൈ ചെയ്യാം. അപ്പൊ ഏതൊരു ബൈ ചെയ്യലും അതിലെ പർച്ചേസിങ്ങും നമുക്ക് ലാഭമായിട്ട്, ആ പർച്ചേസിംഗിൽ നിന്ന് നമുക്കൊരു വരുമാനം ഇങ്ങോട്ട് കിട്ടുന്ന സംവിധാനത്തിനാണ് നമ്മൾ NFC കാർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ മാർജിൻ ഫോർ കമ്പനി, അതായത് ഈ 10000 രൂപയുടെ പ്രൊഡക്റ്റ് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങി, കമ്പനിയിൽ നിന്നല്ല, കമ്പനിയുടെ പുറത്തു നിന്നുള്ള അംഗീകൃത വ്യാപാരിയിൽ നിന്നും 10000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മുടെ ഓരോ കസ്റ്റമറുടെയും സമീപ പ്രദേശത്തുള്ള ഏതെങ്കിലും മാർജിൻ ഫ്രീ മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വാങ്ങിയപ്പോൾ 500 രൂപ ഈ കമ്പനിക്ക് ലാഭം ലഭിച്ചു. ലാഭം ലഭിക്കുക എന്ന് പറഞ്ഞാൽ കടയുടമ കമ്പനിക്ക് അയച്ചു തരികയല്ല. കാരണം ഇവിടെ NFC കാർഡിലുള്ള പണം കമ്പനി കടയുടമയ്ക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എത്ര പെർസെന്റേജ് ആണോ ഇവിടെ ഡിസ്കൗണ്ട്
പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ആ എമൗണ്ട് കഴിച്ച് ബാക്കി മാത്രമേ കടയുടമയ്ക്ക് ലഭ്യമാകുകയുള്ളൂ അദ്ദേഹത്തിന്റെ വാലറ്റിലേക്ക്. ആ വാലറ്റിൽ കിട്ടുന്ന എമൗണ്ട് പിറ്റേ ദിവസം കാലത്തെ തന്നെ അവർക്ക് അത് പണമായിട്ട് ബാങ്കിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യാം. ഇന്ന് പേടിഎം എങ്ങനെയാണോ യൂസ് ചെയ്യപ്പെടുന്നത് അതേപോലെ തന്നെ. ഓക്കെ, അങ്ങനെ നമുക്ക് 500 രൂപ കിട്ടിയെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഏണിംഗ് ഫ്രം ഈച്ച് മെമ്പർ, അതായത് ഒരു കസ്റ്റമർക്ക് ഇങ്ങനെ ബൈ ചെയ്തിട്ടുള്ള ഒരു കസ്റ്റമറിൽ നിന്നും മുകളിലേക്ക് മെമ്പേഴ്സിന് 12 രൂപ 50 പൈസ വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും 5% ലഭിച്ചാൽ. കമ്പനിയുടെ സിസ്റ്റം ഇതാണ്. കേവലം 5% കമ്മീഷൻ കമ്പനിക്ക് ലഭിച്ചാൽ കസ്റ്റമറിലേക്ക്, അതായത് പർച്ചേസർ മുതലുള്ള കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് 12 രൂപ 50 പൈസ വെച്ച് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ടൗണിൽ 1 ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ 12 ലക്ഷം രൂപ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇല്ല 50,000 കസ്റ്റമേഴ്സ് ഉള്ളെങ്കിൽ 6.25 ലക്ഷം രൂപ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. 10,000 കസ്റ്റമേഴ്സേ ഉള്ളെങ്കിൽ നമുക്ക് എത്ര രൂപ കിട്ടും? നമ്മളിവിടെ കണക്കുകളാണ് എളുപ്പമാണ് പറയുന്നത്, എളുപ്പമാണ്. പക്ഷെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ക്രിയേഷൻ എന്ന് പറയുന്നത് സിസ്റ്റം മനസ്സിലാക്കിയാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ നമുക്ക് വരുമാനം ഉണ്ടാക്കാം എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ റൂട്ട് ഒന്ന് മാറ്റി ചിന്തിച്ചാൽ മതി. നമ്മുടെ പർച്ചേസിങ്ങൾ ബൈബിൾ ത്രൂ ആക്കിയാൽ മാത്രം മതി, നമുക്കവിടെ വരുമാനം ജനറേറ്റ് ചെയ്യും. അതേപോലെ നമ്മൾ നമ്മുടെ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ ഒക്കെ നമ്മൾ ഈ കമ്പനിയെ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് പരിചയപ്പെടുത്തുക. അവർ ഓരോരുത്തരും അവരുടെ യുക്തിക്കും ബുദ്ധിക്കും നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നമ്മുടെ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്ത് വരട്ടെ. കമ്പനി ആദ്യ ഘട്ടങ്ങളിലൊക്കെ, അതായത് ഡിസംബർ 1 മുമ്പ് വരെ കമ്പനി വലിയ എമൗണ്ട് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ആയിട്ട് പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ബിസിനസ് മുൻപോട്ട് കൊണ്ടുവന്നതും നിലവിലുള്ള കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തത്. ഡിസംബർ 1 മുതൽ നമ്മൾ പക്ക ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായി മാറിയിരിക്കുകയാണ്. നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നു, അതിന്റെ പ്രോഫിറ്റ് എല്ലാവരിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സംവിധാനത്തിലേക്ക് പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ബിസിനസ്സാണ്. നമുക്ക് നാളെ കമ്പനി ഉണ്ടോ ഇല്ലെന്ന് ഒരു ടെൻഷന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് പബ്ലിക്കിന് പണം കൊടുത്തുകൊണ്ട് ഒരു കമ്പനി ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിൽ നിന്ന് പണം പിരിച്ചിട്ട് അതിന്റെ ഒരു സർട്ടൺ പെർസെന്റേജ് കൊടുക്കുകയല്ല, മറിച്ച് കമ്പനി പണം തന്നുകൊണ്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനി എക്കാലവും ഇവിടെ ഉണ്ടാവും. ആരുടെ ഒന്നും എടുത്തിട്ട് പോകാനുള്ള പ്രസ്ഥാനമല്ല. കാരണം എടുത്തിട്ട് പോകാൻ ഒന്നുമില്ല, കമ്പനിയുടെ പണമാണ് സമൂഹത്തിലേക്ക് കൂടുതലായി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനം ഇവിടെ നിലനിന്നേ മതിയാവുകയുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എപ്പോഴും കമ്പനി പറഞ്ഞിട്ട് നമ്മളൊരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. ആ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന സംവിധാനത്തിലേക്ക് 6 മാസം പൂർത്തിയായപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും മാറിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് എന്താണ് നേട്ടം? ഓരോ സെയിലുകളും ഓരോ വിൽപ്പനകളും നമുക്ക് വരുമാനമായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന്റെ കാരണം നമ്മൾ തൊട്ട് മുമ്പ് ഞാൻ ഉദാഹരണം പറഞ്ഞു, സൊമാറ്റോ സ്വിഗ്ഗി അവർ പ്രൊഡക്റ്റുകൾ നമുക്ക് കൊണ്ടുവരും. ആ എക്സസ് വരുന്ന പണം മിഡിൽമാൻ കമ്മീഷൻ എവിടേക്ക് പോയി? ആ പ്ലാറ്റ്ഫോമിലേക്ക് പോയി. എന്നാൽ ഈ കമ്പനിയിൽ വരുന്ന മിഡിൽമാൻ കമ്മീഷന്റെ 25% മാത്രം കമ്പനി എടുക്കുന്നു, ബാക്കി 75% നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു രീതിയിലൂടെ നമ്മുടെ കസ്റ്റമേഴ്സിന് സാമ്പത്തികമായ ഭദ്രത ഉറപ്പാക്കുക എന്നത് മാത്രമാണ് കമ്പനി ലക്ഷ്യം വെക്കുന്നത്. ആ ഒരു സിസ്റ്റത്തിലൂടെ കമ്പനിക്ക് അനായാസം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെ ധാരാളം ഉൽപ്പന്നങ്ങൾ സെയിൽ ചെയ്യുന്നുള്ള സംവിധാനം, അതാണ് നമ്മുടെ സിസ്റ്റം. അതുകൊണ്ടാണ് പറയുന്നത് ഒരു കസ്റ്റമർക്ക് പോലും ഈ സിസ്റ്റത്തിൽ അയ്യോ എന്റെ ഷോപ്പ് തുറന്നില്ലല്ലോ, അയ്യോ ഞാൻ ബിസിനസ് ചെയ്തില്ല, എന്റെ സ്റ്റാഫ് വന്നില്ല, ഈ ടെൻഷന്റെ ഒന്നും ആവശ്യകതയില്ല. കാരണം നമ്മൾ എവിടെ എന്തിനു പോയാലും നമ്മുടെ ബിസിനസ് ഈ സിസ്റ്റത്തിലൂടെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും, അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന് നമ്മൾ കേവലം 1000 രൂപയിൽ നിന്ന് തന്നെ നമ്മുടെ ബിസിനസ് ആരംഭിക്കാം എന്നതാണ് ഇവിടുത്തെ മനോഹരമായ സിസ്റ്റം. എന്നാൽ 1000 രൂപയ്ക്ക് ആരംഭിച്ച നമ്മുടെ സിസ്റ്റത്തിൽ 1000 രൂപ നമുക്ക് നഷ്ടപ്പെടുന്നില്ല. 1000 രൂപയ്ക്ക് 1050 രൂപയായിട്ടും നമ്മൾ ഈ തിരികെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മുൻപോട്ട് NFC കാർഡിനായിട്ട് നമ്മൾ ഏത് എമൗണ്ട് എടുത്താലും എപ്പോഴും നമുക്ക് പ്രോഫിറ്റോടുകൂടി ആ എമൗണ്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. 1 രൂപ പോലും ഒരു കസ്റ്റമേഴ്സിൽ നിന്നും കമ്പനി ഹോൾഡ് ചെയ്യാതെ കമ്പനിക്ക് 0 ഇൻവെസ്റ്റ്മെന്റിൽ ഒരു വലിയ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയും കസ്റ്റമേഴ്സിന് 0 ഇൻവെസ്റ്റ്മെന്റിൽ ഒരു വലിയ വരുമാന സ്രോതസ് ജനറേറ്റ് ചെയ്തുകൊണ്ട് ഈ കസ്റ്റമറിനെ
സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള ഒരു കസ്റ്റമർ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ധാരാളം ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്തുകൊണ്ട് വരുമാനം നേടുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. അതിനായിട്ട് കമ്പനി പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഒരു നല്ല കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. നല്ല ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരിലേക്ക് ബിസിനസ് ഷെയർ ചെയ്യണം. അങ്ങനെ ബിസിനസ് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിലുള്ള രണ്ട് പ്ലാറ്റ്ഫോമായിട്ട് രണ്ട് സെക്ടറായിട്ട് നമുക്ക് വരുമാനം ലഭിക്കുന്നു. ആക്റ്റീവ് ബെനിഫിറ്റ് ബോണസും റിപ്പീറ്റഡ് ബെനിഫിറ്റ് ബോണസും, അതായത് തുടർച്ചയായി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബെനിഫിറ്റ്. ആക്റ്റീവ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന റീറ്റെയിൽ പ്രോഫിറ്റ്, റഫറൽ ബോണസ്, ഡിസ്ട്രിബ്യൂട്ടർ ബോണസ്, ഇൻസ്റ്റന്റ് മാച്ചിങ് ബോണസ്, ഓട്ടോമാറ്റിക് റീബർത്ത്, ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ്, പെർഫോമൻസ് ബോണസ്, മാജിക് ബോണസ്. ഇത് ഇത്രയുമാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അതായത് റിപ്പീറ്റഡ് സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് കാലങ്ങളോളം തുടർന്നു കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ ആക്റ്റീവ് സെക്ഷൻ നോക്കിയാൽ അവിടെ നമ്മൾ ബിസിനസ് ചെയ്യാൻ പുതിയ ആളുകൾ വന്നില്ല എങ്കിൽ നമുക്ക് എത്ര വലിയ കമ്മ്യൂണിറ്റി ഉള്ള ലീഡർക്ക് പോലും 0 ബെനിഫിറ്റ് കിട്ടുന്ന സിറ്റുവേഷൻ പലപ്പോഴും പല സിസ്റ്റങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ റിപ്പീറ്റ് ചെയ്യുന്ന ബിസിനസ്സിലൂടെ വന്നപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കമ്മ്യൂണിറ്റിയെ പരസ്പരം സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നു. അതായത് ബിസിനസ്സിൽ ആദ്യകാലങ്ങളിൽ കടന്നു വന്നവര് നമുക്ക് ശേഷം വന്നിട്ടുള്ള ഓരോ കസ്റ്റമേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യത്തക്ക രീതിയിൽ കമ്പനി സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് പിന്നാലെ വരുന്ന ഓരോ കസ്റ്റമേഴ്സും നമുക്ക് വരുമാനം തരുമ്പോൾ നാമും അവർക്ക് വരുമാനം കൊടുക്കുന്ന വളരെ മനോഹരമായ ഒരു സിസ്റ്റത്തിലേക്കാണ് കമ്പനി ഈ എല്ലാ ജനങ്ങളെയും ഇൻവൈറ്റ് ചെയ്യുന്നത്. ആ സിസ്റ്റത്തിലൂടെ നമ്മൾ പോകുന്നത് ഇ-കൊമേഴ്സ് എന്ന വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമകളാകുന്നതിന് വേണ്ടിയാണ്. അപ്പൊ കമ്പനിയുടെ സിസ്റ്റം മനസ്സിലാക്കുക, കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സിലാക്കുക, ആ റൂൾസിലും നിബന്ധനകൾക്കും വിധേയമാപ്പെട്ടുകൊണ്ട് തന്നെ നാം പ്രവർത്തിക്കുക. അതിലൂടെ നമുക്ക് അനായാസം വളരെ വലിയ ഒരു സാമ്പത്തിക സ്രോതസ്സിലേക്ക് പോകാൻ പറ്റും. അതിനായി നാം ഒരു നല്ല കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്? കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് കമ്പനി ഒരേ ഒരു കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മിനിമം 2 കസ്റ്റമറെയെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ ഓരോ കസ്റ്റമറും നമ്മുടെ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് 500 രൂപ വീതം റഫറൽ ബോണസ് ലഭ്യമാകും. ഇത് എത്ര വ്യക്തികളെ നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്താലും നമുക്കിത് കിട്ടിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ഈ വ്യക്തികളെ ഓരോരുത്തരെയും നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വസ്തുതയുണ്ട്. കമ്പനിയുടെ ഗ്ലോബൽ ബിസിനസ്സിൽ നിന്നും നമുക്കൊരു കമ്മീഷൻ ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ ഓരോ കസ്റ്റമേഴ്സിനെയും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ ഭാഗമായി നമുക്കൊരു 50,000 റുപ്പീസ് വീതം നമുക്ക് റിവാർഡ് കിട്ടുന്ന ഒരു സംവിധാനവും ഈ സിസ്റ്റത്തിലുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ എത്രത്തോളം കസ്റ്റമേഴ്സിനെ റെഫർ ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് ബെനിഫിറ്റുകൾ കൂടുതൽ ലഭ്യമായിക്കൊണ്ടേയിരിക്കും. അത് അൺലിമിറ്റഡ് റെഫറൽ ബോണസ് നേടുന്നതിനുള്ള അവസരമുണ്ട് നമുക്കിവിടെ. അതേപോലെ തന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ബോണസ്, അതായത് 2 കസ്റ്റമറെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏതൊരു കസ്റ്റമറും കമ്പനിയുടെ അംഗീകൃത ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ അംഗീകൃത എക്സിക്യൂട്ടീവായിട്ട് മാറുകയാണ്. അവിടെ ഈ എക്സിക്യൂട്ടീവിന്റെ ഡൗണിൽ എത്ര മെമ്പേഴ്സ് കടന്നു വരുന്നോ അവരിൽ നിന്നൊക്കെ ഒരു സർട്ടൺ ബെനിഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അവരുടെ ഓരോ പർച്ചേസിംഗിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അവരുടെ ഓരോ മെമ്പേഴ്സിനെ അവർ ഓരോരുത്തരെ ഈ കമ്പനിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ 100 രൂപ ക്രമത്തിൽ നമുക്ക് കിട്ടുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം. അത് 510 കസ്റ്റമേഴ്സിൽ നിന്നും ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള 510 കസ്റ്റമേഴ്സിൽ നിന്ന് മാത്രമേ നമുക്ക് ആ ഇൻകം ലഭിക്കുകയുള്ളൂ. അത് 1 ടൈമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. എന്നാൽ തുടർച്ചയായി നമുക്ക് വരുമാനം ലഭിക്കുന്ന അല്ലെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് വരുമാനം ലഭിക്കുന്ന സെക്ഷനാണ് തുടർന്ന് മുൻപോട്ട് വരുന്നത്. ഇവിടെ നമുക്ക് ക്രൈറ്റീരിയ അല്ലെങ്കിൽ കണ്ടീഷൻ കമ്പനി പറഞ്ഞിട്ടുണ്ട്. മിനിമം 2 കസ്റ്റമറെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ വിത്ഡ്രോ വാലറ്റിൽ പണം പിൻവലിക്കാവുന്ന വാലറ്റിൽ 600 രൂപ മിനിമം ഉണ്ടായിരിക്കണം. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, മിനിമം ഡയറക്റ്റ് 2 റെഫറൽസ് വന്ന് ഈ കമ്പനിയിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് കിട്ടണമെങ്കിലും 2 റെഫറല് അല്ലെങ്കിൽ 2 ആളുകളെ കമ്പനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകണമെന്നുള്ളത് നിയമമാണ്, കമ്പനിയുടെ റൂളാണ്. അപ്പൊ 2 കസ്റ്റമറെങ്കിലും മിനിമം റെഫർ ചെയ്തവർക്ക് മാത്രമേ ഈ കമ്പനിയിൽ നിന്ന് എന്ത് ബെനിഫിറ്റുകളും ലഭ്യമാവുകയുള്ളൂ. അപ്പൊ നമുക്ക് തുടർന്ന് മാച്ചിങ് ബോണസ്, ഇൻസ്റ്റന്റ് മാച്ചിങ് ബോണസ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റുകളുടെ വാങ്ങലുകൾ എത്ര രൂപയ്ക്ക് വാങ്ങുന്നു നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സോ എന്നതിനെ ബേസ് ചെയ്താണ് ഇൻസ്റ്റന്റ് മാച്ചിങ് ബോണസ് നമുക്ക് ലഭ്യമാകുന്നത്. അത് ജോഡിക്ക് 1000 രൂപ ക്രമത്തിൽ
ഡെയിലി നമുക്ക് 5000 രൂപയോ 10000 രൂപയോ വരെ ലഭിക്കാവുന്ന ഒരു സിസ്റ്റമാണ്. ഇത്തരത്തിൽ നമുക്ക് പ്രതിദിനം 600 രൂപയിൽ നിന്നും നമുക്ക് 25,000 രൂപ വരെ ടോട്ടൽ ഒരു ദിവസം പെർ ഡേ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മുടെ മാച്ചിങ് ബോണസിന്റെ സിസ്റ്റം. മാച്ചിങ് ബോണസിൽ പരമാവധി നമുക്ക് പെർ ഡേ 10,000 രൂപ വരെ ലഭ്യമാകുകയുള്ളൂ. ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഓരോ പെയർ രൂപപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ലെഫ്റ്റ് ഗ്രൂപ്പ് റൈറ്റ് ഗ്രൂപ്പ് എന്ന 2 ഗ്രൂപ്പുകളായിട്ടാണ് നമ്മൾ ഇത് മെമ്പേഴ്സിനെ അസൈൻ ചെയ്യുന്നത്. അതായത് നമുക്ക് കമ്പനി 2 സീറ്റ് ഒരു വ്യക്തിക്ക് തന്നിട്ടുള്ളൂ. 2 റെഫറലിനെ കമ്പനി ഡയറക്റ്റ് സ്പേസ് തന്നിട്ടുള്ളൂ. അതിനുശേഷമുള്ളത് നമ്മുടെ കൂടെ ബിസിനസ്സിലേക്ക് ആദ്യം കടന്നു വന്നവർക്കുള്ള 2 സീറ്റിലാണ് നമ്മൾ 3ാമത്തെ ആളിനെ കിട്ടിയാൽ കൊണ്ടുവയ്ക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വൺ സൈഡ് ബെനിഫിറ്റ് നമ്മുടെ കൂടെ വന്ന കസ്റ്റമർക്ക് കിട്ടാൻ ഒരു അവസരം ജനറേറ്റ് ചെയ്യുകയാണ്. നമുക്ക് 2 റെഫറൽ വെച്ചിരുന്ന നമുക്കത് പണമായി തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ 2 റെഫറലുകൾ വയ്ക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുടർച്ചയായി വരുമാനം കിട്ടാനുള്ള വാലറ്റിലേക്ക് ഈ ഫണ്ട് ട്രാൻസ്ഫർ ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ തുടർച്ചയായി നമുക്ക് വരുമാനം കിട്ടുന്നതിനും നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനും മറ്റുള്ളവരിലേക്ക് ബിസിനസ് ഷെയർ ചെയ്യുന്നതിനും വളരെ ധൈര്യത്തോടെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കമ്പനി മാച്ചിങ് ബോണസ് അല്ലെങ്കിൽ എല്ലാ ബോണസുകളും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ കമ്മ്യൂണിറ്റി പരമാവധി ഡെവലപ്പ് ചെയ്യുക. ഇനി 6 വാലറ്റ്. ഇവിടെ ഒന്നും കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല. നമുക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ മിനിമം കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് സാമ്പത്തികമായ വരുമാനം കിട്ടും. മാക്സിമം എത്ര പേരെ വേണേലും കമ്പനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓരോ റെഫറലുകൾക്കും നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് അപ്പപ്പോ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി 6 വാലറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് അലവൻസ് വാലറ്റ്. നമ്മൾ മുമ്പേ കണ്ടു, റിപ്പീറ്റഡ് ഇൻകം കിട്ടും. ഇവിടെ നമുക്ക് TDS എന്ന് പറയുന്ന 5%, 5% മാത്രമാണ് TDS നമുക്ക് ഗവൺമെന്റിലേക്ക് അടക്കേണ്ടതാണ്. റിപ്പീറ്റഡ് അലവൻസ് വാലറ്റിൽ നമുക്ക് 20 to 25% വരെ നമുക്ക് അവിടെ സ്റ്റോർ ഹോൾഡ് ചെയ്യും. എന്തിനെന്ന് ചോദിച്ചാൽ നമുക്ക് തുടർന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതിനും തുടർന്ന് നമുക്ക് വരുമാനം ലഭിക്കുന്നതിനും നിരന്തരം നമുക്ക് വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ 6 വാലറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കമ്പനി. അതിലൂടെ നമുക്ക് നിരന്തരം വരുമാനം റിപ്പീറ്റ് ചെയ്ത് ഒരേ വ്യക്തിയിൽ നിന്നും തുടർച്ചയായി നമുക്ക് വരുമാനം കിട്ടുന്ന സംവിധാനം. നമ്മൾ പല പ്രോജക്റ്റുകളും കണ്ടിട്ടുണ്ട്. റീപർച്ചേസ് എന്ന് പറയുന്ന ഒരാൾ കയ്യിൽ നിന്ന് പണം കൊണ്ടുവന്ന് റീപർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ നടക്കും. ഒരു 25% പോലും ബിസിനസ് നടക്കൂല. അതേസമയം നമ്മുടെ വാലറ്റില് നമുക്ക് നമ്മുടെ NFC കാർഡില് നമുക്ക് 10,000 രൂപയോ 15,000 രൂപയോ 50,000 രൂപയോ കിടക്കുമ്പോൾ ആ പണം എത്രയും പെട്ടെന്ന് അവിടെ നിന്നും ഏത് മാർഗത്തിലാണ് അത് പർച്ചേസ് എങ്കിൽ പർച്ചേസിങ്, അങ്ങനെ പ്രൊഡക്റ്റ് വാങ്ങുക എന്നതാണ് നമ്മുടെ ടെൻഡൻസി. നമ്മൾ അതിലേക്കേ പോവുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങിപ്പിക്കുക എന്നതാണ് കമ്പനിയുടെ ഉദ്ദേശം. അങ്ങനെ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമുക്ക് വീണ്ടും വരുമാനം ജനറേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പൊ എപ്പോഴും അവസാനിക്കാത്ത മനുഷ്യരാശി ഉള്ള കാലത്തോളം നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങുക, ആ വാങ്ങലുകളിലൂടെ നമുക്ക് നിരന്തരം വരുമാനം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനി നിങ്ങളിലേക്ക് സമർപ്പിച്ചിരിക്കുന്ന പദ്ധതി. ഇതിനെ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതിലൂടെ നമുക്ക് എല്ലാ സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇനി ഓട്ടോമാറ്റിക് റീബർത്ത്. അതായത് നമ്മൾ 6 വാലറ്റ് കണ്ടു, റിപ്പീറ്റഡ് അലവൻസ് തരുക അല്ലെ. റിപ്പീറ്റഡ് അലവൻസ് നമുക്ക് എങ്ങനെയൊക്കെ കിട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഓട്ടോമാറ്റിക് റീബർത്ത്. അതായത് 6 വാലറ്റിൽ നമ്മുടെ ഓരോ വരുമാനത്തിൽ നിന്ന് ഹോൾഡ് ചെയ്ത 25% വെച്ചിട്ട് 2,500 രൂപ എപ്പോൾ പൂർത്തിയാകുന്നോ അപ്പോൾ നമ്മൾക്ക് ടൈം ഫോർ റീബർത്ത്, നമ്മുടെ പുനർജനനമാണ്. ഈ പുനർജനനം സംഭവിക്കുമ്പോൾ അന്നേരം നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും? അതായത് റീചാർജ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനോ നമുക്ക് 1000 രൂപ അവിടെ റിസർവ് ചെയ്ത് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് റഫറൽ ബോണസ് 500 രൂപ കിട്ടും. ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ ബോണസ് ഒരു 800 രൂപ അവിടെ റിസർവ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കല്ല, നമ്മൾ റീബർത്ത് ചെയ്തപ്പോൾ നമ്മുടെ താഴേക്ക് എവിടെയാണോ സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ടായിരുന്നേ ആ പൊസിഷനിൽ പോയി നമ്മുടെ ID പ്ലേസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ നിന്നും മുകളിലേക്ക് 8 സെഗ്മെന്റ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് നമ്മുടെ കൂടെ നമ്മളെ വിശ്വസിച്ച് നമ്മളെ കണ്ടുകൊണ്ട് അല്ലെ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ ക്ഷണിച്ചപ്പോൾ നമ്മുടെ കൂടെ വന്ന് ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്ത ആ വ്യക്തികളെ, ആ ലൈഫ് ലൈൻ മെമ്പേഴ്സിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുന്നതിനാണ് ഡിസ്ട്രിബ്യൂട്ടർ ഇൻകം ഇവിടെ റിസർവ് ചെയ്തിട്ടുള്ളത്. മാജിക് ക്ലബ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഗ്ലോബൽ ബിസിനസ്സിൽ നിന്നും ഓരോ സർട്ടൺ പെർസെന്റേജ് വെച്ച് ഓരോ കസ്റ്റമേഴ്സിലേക്കും പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻകം ആണ്, അല്ലെങ്കിൽ ഒരു ഇൻസെന്റീവ് ആണ്, ഒരു ബോണസ് ആണ്.
അപ്പോൾ ഇതിലൂടെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക് മാച്ചിങ് ബോണസ് ആണ്. നമ്മൾ മുമ്പേ മാച്ചിങ് ബോണസ് കണ്ടു, ലെഫ്റ്റും റൈറ്റും നമുക്ക് ഗ്രൂപ്പ് രൂപപ്പെടുമ്പോഴാണ് നമുക്ക് മാച്ചിങ് ബോണസ് കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും മാച്ചിങ് ബോണസ് ലഭ്യമാകുന്നത് അങ്ങനെ തന്നെയാണ്. RA വാലറ്റിൽ 4000 രൂപ ഹോൾഡ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ റീബർത്ത് ചെയ്ത ID ടോപ്പ് അപ്പ് ആകും. നമ്മളിവിടെ 1000 രൂപയ്ക്ക് ബിസിനസ്സിലേക്ക് കടന്നു വന്നു. അത് കഴിഞ്ഞ് 1500 രൂപയുടെ പ്രൊഡക്റ്റ് കൂടെ വാങ്ങിയപ്പോൾ നമുക്ക് ആദ്യം തന്ന ആക്ടിവേഷൻ കോഡിന്റെ എമൗണ്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, അതിനുശേഷം നമ്മൾ 2000 എന്ന് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്തു അല്ലെ, NFC കാർഡിന് വേണ്ടി. ആ ടോപ്പ് അപ്പ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ആ ടോപ്പ് അപ്പ് ചെയ്തപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് മാച്ചിങ് ബോണസ് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ RA വാലറ്റിൽ 4000 റുപ്പീസ് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓട്ടോമാറ്റിക് ആയിട്ട് മാച്ചിങ് ബോണസ് ലഭ്യമാകും. റീബർത്ത് IDയുടെ ടോപ്പ് അപ്പിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ ഈ 4000 റുപ്പീസ് എവിടെ വന്നത്? RA വാലറ്റിൽ വന്നത്. അപ്പോഴും മാച്ചിങ് ബോണസ് നമുക്ക് 1000 രൂപ വെച്ചാണ് ജോഡിക്ക് ലഭ്യമാകുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞ പെർഫോമൻസ് ഇൻകം ആണ്. ഈ 3 ഇൻകം ആണ് നമുക്ക് RA വാലറ്റിൽ നിന്നും നിരന്തരം കിട്ടിക്കൊണ്ടേയിരിക്കും. അതായത് നമ്മൾ ബിസിനസ്സിൽ ഒരു കസ്റ്റമറെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സിൽ ആ കസ്റ്റമറിലൂടെ നിരന്തരം നമുക്ക് വരുമാനം കിട്ടുന്ന സംവിധാനമാണ് ഈ 3 ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത്. പെർഫോമൻസ് ഇൻകം 16 ടയേഴ്സിലേക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തു പോകുന്നു. അതിന് 1,31,070 കസ്റ്റമേഴ്സിൽ നിന്നും 100 രൂപ ക്രമത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതൊരിക്കലും അവസാനിക്കുന്നില്ല. കാരണം ഇവിടെ വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിന്റെ പർച്ചേസിങ് ഒരിക്കലും അവസാനിക്കുന്നില്ല. അവർക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് പോരുന്നതിനനുസരിച്ച് അവർക്ക് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിന്നും പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ അവിടെ കിട്ടുന്ന മിഡിൽമാൻ കമ്മീഷൻ ഉപയോഗിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ പ്രോസസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ഈ സിസ്റ്റം വേണോ, നമ്മുടെ ഈ സിസ്റ്റത്തിൽ നമ്മൾ തുടരണോ എന്നുള്ളത് ഓരോ കസ്റ്റമേഴ്സും ആലോചിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊരു മുതൽക്കൂട്ടാകുമെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾ സഹകരിക്കുക, പ്രവർത്തിക്കുക, ശാന്തമായി പ്രവർത്തിക്കുക. ഇല്ല എങ്കിൽ വിട്ടുകളയുക എന്നേ കമ്പനി പറയുള്ളൂ. കാരണം നമുക്കിത് ലാഭമല്ല എന്ന് തോന്നിയ ഒരു ബിസിനസ്സിലേക്ക് നമുക്കിത് ലാഭകരമായി കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തോന്നിയാൽ ആ ബിസിനസ് ചെയ്യണമെന്ന് ഒരിക്കലും കമ്പനി ഡിമാൻഡ് ചെയ്യൂല. കാരണം ബിസിനസ്സിനെ ബോധ്യപ്പെട്ട് അതിൽ നിന്ന് വ്യക്തതയോടെ പഠിച്ച് പ്ലാൻ മനസ്സിലാക്കി വന്നാൽ മാത്രമേ നമുക്ക് ശാന്തമായി നിന്ന് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്കിവിടെ RA വാലറ്റിലൂടെ 3 തരത്തിലുള്ള ഇൻകം നമുക്ക് ലഭ്യമാകും. ഇത് റിപ്പീറ്റഡ് ആണ്. ഈ റിപ്പീറ്റഡ് പ്രോസസ്സ് എത്ര പ്രാവശ്യം സംഭവിക്കുമെന്ന് കമ്പനിക്ക് പോലും പറയാൻ സാധിക്കില്ല. കാരണം മനുഷ്യരാശി ഉള്ള കാലത്തോളം നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ ആവശ്യമാണ്. അവയുടെ മാത്രം പർച്ചേസിങ് നടന്നാലും നമുക്കത് നിരന്തരം വരുമാനം കിട്ടുന്ന സംവിധാനത്തിലേക്ക് മാറും. നമ്മൾ ഇന്നൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നത് പോലും നമുക്ക് വരുമാനമായിരിക്കും. നമ്മൾ അതിനായി നമ്മുടെ പോക്കറ്റിൽ നിന്ന് പണം കണ്ടെത്താതെ തന്നെ നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് പർച്ചേസിങ് ചെയ്യാൻ സാധിക്കും. ആ പർച്ചേസിങ്ങിലും നമുക്ക് വീണ്ടും വരുമാനം ജനറേറ്റ് ചെയ്യുന്ന, അതായത് ആ പർച്ചേസിങ്ങിന്റെ ലാഭവിഹിതത്തിന്റെ അംശം വീണ്ടും നമ്മളിലേക്ക് വരിക, നമ്മുടെ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകുന്ന ഒരു മനോഹരമായ സംവിധാനമാണ് കമ്പനി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാജിക് ബോണസ് എന്ന് പറയുന്നതും ഇൻട്രൊഡ്യൂസ് 2 മെമ്പേഴ്സ്. അതിന്റെ ക്രൈറ്റീരിയ, എല്ലാത്തിനും ക്രൈറ്റീരിയ ഒന്ന് മാത്രമേ ഉള്ളൂ. 2 കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 2 കസ്റ്റമേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ ടീം എങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോകുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് വേഗം നമുക്ക് വരുമാനം ലഭിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ടീമിന്റെ ഗ്രോത്ത്, കമ്പനിയുടെ ബിസിനസ് ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ കമ്പനിയിൽ നിന്നുള്ള എല്ലാ ബിസിനസ് പ്രോഫിറ്റും നമ്മളിലേക്ക് എത്തുന്നത്. കമ്പനിയുടെ ബിസിനസിന്റെ ഗ്രോത്ത്, അതിന്റെ വേഗത, അത് അനുസരിച്ചായിരിക്കും നമുക്ക് എപ്പോഴും ഈ ഇൻകം ഒക്കെ എപ്പോൾ കിട്ടും എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പറയാവുന്ന മറുപടി. ഇനി ഇ-കൊമേഴ്സ് വാലറ്റ് എന്താണ്? ഇ-കൊമേഴ്സ് വാലറ്റിലൂടെ നമുക്ക് എവിടെ ഫണ്ടുണ്ട്? NFC കാർഡിലുണ്ടെന്ന് പറയും അല്ലെ. ഇ-കൊമേഴ്സ് വാലറ്റിൽ കിടക്കുന്ന പണമാണ് എവിടെയുള്ളത്? NFC കാർഡിൽ. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന പണമാണ് നമ്മുടെ ATM കാർഡിലുള്ളത് അല്ലെ. ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ATM കാർഡ് ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇവിടെ ഇ-കൊമേഴ്സ് വാലറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ NFC കാർഡ് ഉപയോഗിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഇ-കൊമേഴ്സ് വാലറ്റിലേക്ക് പണം വരുന്നത്? ഇ-കൊമേഴ്സ് വാലറ്റ് എന്താണ്? ഇപ്പൊ ഒരു വ്യക്തിക്ക് 2 കസ്റ്റമറെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ 1000 രൂപ കമ്മീഷൻ ജനറേറ്റ് ചെയ്തു. അതിൽ നിന്നും 5% എവിടെ പോകും? TDSലേക്ക് പോകും. ഇനി RA വാലറ്റിലേക്ക് എത്ര പോകും? 25% അല്ലെങ്കിൽ 20% പോകും. അതിനുശേഷം വരുന്ന എമൗണ്ട് എത്രയാണ്? ആ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുമ്പോൾ
80% എമൗണ്ട് നമുക്ക് ക്യാഷ് ആയിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരും. 20% നമുക്ക് പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്നതിന് നമ്മുടെ NFC കാർഡിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇ-കൊമേഴ്സ് വാലറ്റിലേക്ക് പോകുന്നു. ഇ-കൊമേഴ്സ് വാലറ്റിൽ എമൗണ്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത് നമ്മുടെ വരുമാനത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, നമ്മുടെ ടീമിന്റെ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ NFC കാർഡിലേക്ക് എമൗണ്ട്, പ്രൊഡക്റ്റുകൾ ബൈ ചെയ്യാനുള്ള എമൗണ്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് നിൽക്കുന്നത്. ഇതെല്ലാം നമുക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങാൻ, റീപർച്ചേസ് ചെയ്യാൻ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഞാൻ തൊട്ട് മുമ്പും ഈ എക്സാമ്പിൾ കാണിച്ചു തന്നിരുന്നു. മന്ത്ലി പർച്ചേസ് ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തി ഒരു ID ഉപയോഗിച്ച് 10,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിയാൽ അതിൽ നിന്ന് 5% മാർജിൻ കിട്ടുന്നുള്ളൂ എങ്കിൽ നമുക്ക് 5% മാർജിൻ നമുക്ക് ലഭ്യമാകുമ്പോൾ അതിന്റെ പകുതി, അതായത് 50% കമ്പനി അവിടെ റിസർവ് ചെയ്യും. 25% പ്രോഫിറ്റ് കമ്പനിക്കും, 25% പ്രോഫിറ്റ് ഈ കമ്പനിയിൽ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ട് ഓരോ റാങ്ക് സിസ്റ്റവും കവർ ചെയ്തു പോകുന്ന ടീം ലീഡേഴ്സിന് വേണ്ടി സ്പെസിഫൈ ചെയ്തിരിക്കുക. അപ്പൊ ഓരോരുത്തരും ടീം ലീഡർമാരാകുക എന്നുള്ള അവനവന് നിക്ഷിപ്തമാണ്. നമ്മൾ എത്രത്തോളം കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കമ്പനിയുടെ റാങ്കിങ് സംവിധാനത്തിലേക്ക് നമുക്ക് ആ ബെനിഫിറ്റ് നേടാൻ സാധിക്കും. അതേപോലെ തന്നെ കമ്പനിക്ക് വേണ്ടി കടകൾ ടൈപ്പ് ചെയ്യുന്ന, അതായത് കമ്പനിയുടെ വെൻഡേഴ്സിനെ കളക്ട് ചെയ്യുന്ന എക്സിക്യൂട്ടീവുകൾക്ക് വേണ്ടി ആ ഷോപ്പിൽ നടക്കുന്ന ബിസിനസ് ഏത് കാലത്ത് നടന്നാലും ആ ബിസിനസിന്റെ പ്രോഫിറ്റ് അവർക്ക് 10% വീതം പ്രതിമാസം കിട്ടിക്കൊണ്ടേയിരിക്കും. കമ്പനിയുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്ത് വരുന്നതനുസരിച്ച് കസ്റ്റമർ കൂടുതൽ വരുമ്പോൾ നമ്മുടെ ടീമെന്നോ മറ്റൊരാളുടെ ടീമെന്നോ വ്യത്യാസമില്ലാതെ ആ ഷോപ്പിൽ നടന്ന ബിസിനസ്സിൽ നിന്നും കമ്പനിക്ക് എത്ര ശതമാനം കിട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്ര രൂപ കിട്ടിയിട്ടുണ്ടോ അതിന്റെ 10% നമുക്ക് അവകാശപ്പെട്ടതാണ് ടൈപ്പ് ചെയ്തിരിക്കുന്ന എക്സിക്യൂട്ടീവ്സിന്. ബാലൻസ് വരുന്ന 40% എമൗണ്ട് കമ്പനി എന്ത് ചെയ്യും? ആ പർച്ചേസർ മുതൽ അദ്ദേഹത്തിന് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ആളുകൾ ത്രൂ 16 ടയേഴ്സിലേക്ക് 12 രൂപ 50 പൈസ വെച്ച് കിട്ടി. ഇതാണ് നേരത്തെ കാണിച്ചിരുന്ന 12 രൂപ 50 പൈസ. 500 രൂപ 12 രൂപ 50 പൈസ വെച്ചാണെങ്കിൽ ഏത് കണക്കിലാണ് കൊടുക്കുന്നതിന് ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന എമൗണ്ട് ഇവിടെ 200 റുപ്പീസാണ്. ഈ രീതിയിലാണ് കമ്പനിയിൽ വരുന്ന കമ്മീഷൻ നമ്മുടെ ടീം മെമ്പേഴ്സിന് വേണ്ടിയിട്ട് കമ്പനി റിസർവ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് 12 രൂപ 50 പൈസ വെച്ച് നമുക്ക് കിട്ടുകയാണെങ്കിൽ 1 ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 12.5 ലക്ഷം രൂപ നമുക്ക് കിട്ടും. നമുക്കത് അത്രയും കസ്റ്റമേഴ്സ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ മാർജിൻ 5% എന്നുള്ള 10% ആണെങ്കിൽ ഈ 1 ലക്ഷം കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ 25 ലക്ഷം പ്രതിമാസം നമുക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ ആരോടും പറയണ്ട, നിങ്ങൾ പോയി കടയിൽ പോയി സാധനം മേടിക്കും, പറയേണ്ട കാര്യമുണ്ടോ? അവരുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ അവർ വാങ്ങും. എവിടെ നിന്നെങ്കിലും നമുക്ക് നല്ല ഷോപ്പുകളിൽ നിന്നും ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് യാതൊരു റിസ്ക്കും ഇല്ലാതെ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നല്ല നല്ല പ്രൊഡക്റ്റുകൾ വാങ്ങും, ഉപയോഗിക്കും. കാരണം ഇവിടെ പ്രോഡക്റ്റ് വാങ്ങാനേ പറ്റൂ ഈ ഒരു സെഷനിൽ വന്നിരിക്കുന്ന എമൗണ്ട്. കാരണം ഇവിടെ 12 രൂപ 50 പൈസ വെച്ച് 16 ടയേഴ്സിലേക്ക് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ 12.5 ലക്ഷം രൂപ പ്രതിമാസം കിട്ടുമ്പോൾ ഇതിന്റെ 25% വീണ്ടും എവിടെ പോകും? RA വാലറ്റിൽ പോകും. ഈ RA വാലറ്റിൽ നിന്നും റിപ്പീറ്റഡ് പ്രോസസ് വീണ്ടും നടക്കും. അതേപോലെ തന്നെ 20% വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന്റെ 20% ഇവിടുത്തതും എവിടെ പോകും? 93 lakhs rupees ആണ് നമുക്ക് ഒരു ടൈം പെർഫോമൻസ് ബോണസ് മാത്രം നമുക്ക് ലഭിച്ചാൽ ഒരു കസ്റ്റമർക്ക് കിട്ടാവുന്നത്. അതിന്റെ 20% അത് വിഡ്രോ ചെയ്യുമ്പോൾ ആ 20% ആണ് 18 ലക്ഷം രൂപ. ഈ 18 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ മാത്രമാണ്. അതൊരു മനുഷ്യന് ആവശ്യമുള്ള ഏത് തരം പ്രൊഡക്റ്റുകളും വാങ്ങാം. പക്ഷെ അത് കമ്പനിയുമായിട്ട് ടൈപ്പ് ആയിട്ടുള്ള ഷോപ്പുകളിൽ നിന്നേ ആകാവൂ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യണ്ടേ? നമ്മുടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ ബൈ ചെയ്യാം. അങ്ങനെ വാങ്ങുമ്പോൾ വീണ്ടും ഈ പ്രോസസ്സ് ഇതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്തരത്തിൽ മനുഷ്യനുള്ള കാലത്തോളം അവർക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് അവസാനിക്കാതെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കമ്പനിയുടെ കീ പോയിന്റ്സിനെ അതിലും ശ്രദ്ധിച്ചാൽ മതിയാകും. വിഷണറി മാനേജ്മെന്റ് വളരെ വ്യക്തമായ ലക്ഷ്യത്തോടെയുള്ള ഒരു കമ്പനിയാണ്. അതുകൊണ്ടാണ് കമ്പനി സ്വന്തം കാശ് അല്ലെങ്കിൽ സ്വന്തമായി പണം കമ്മീഷനായിട്ട് ജനറേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഒരു ബിസിനസ് ഈ ഒരു സൊസൈറ്റിയിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് സമർപ്പിച്ചത്. ഇല്ല എങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല.
കാരണം ഒരാൾ പോലും, നമ്മളെല്ലാവരും സ്വയം ചിന്തിക്കുക, ഞാൻ പണം കൊടുത്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയെ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യുമോ? ആ ബിസിനസ് ചെയ്യാൻ അങ്ങനെ തയ്യാറാക്കുന്ന കമ്പനി എന്ന് പറയുന്നത് എപ്പോഴായാലും ഈ ബിസിനസ്സിലൂടെ ഈ ഇറക്കിയ അല്ലെങ്കിൽ ഈ ചെലവഴിച്ച എമൗണ്ട് തിരികെ ലഭിക്കാം, തിരികെ നേടാം എന്ന ഉറച്ച വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, നമുക്ക് ഇവിടെ ഓരോ ഷോപ്പുകളും പരസ്യങ്ങൾ ചെയ്യുന്നു അല്ലെ? പരസ്യം ചെയ്തിട്ടാണ് അവര് ബിസിനസ് ചെയ്യുന്നത്. ആ പരസ്യം ചെയ്യുന്നതിന്റെ പണമൊക്കെ ആരാ കൊടുക്കുന്നത്? നമ്മളെന്ന കസ്റ്റമേഴ്സ് ആണ് കൊടുക്കുന്നത്. അവിടെ വരുന്ന എക്സ്പെൻസ് ഒക്കെ, ഒരു ടെക്സ്റ്റൈൽസ് ആണെങ്കിൽ അതിലെ ഓരോ പീസ് ഡ്രസ്സിലും ആ എമൗണ്ട് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. 105 രൂപയ്ക്ക് കൊടുക്കേണ്ട പ്രൊഡക്റ്റ് 110 രൂപയ്ക്ക് കൊടുക്കും. നമ്മൾ നോക്കുമ്പോൾ 5 രൂപയേ ഉള്ളൂ. പക്ഷെ ആയിരക്കണക്കിന് പീസുകളിലേക്ക് വരുമ്പോൾ അവർ കൊടുത്ത പരസ്യത്തിന്റെ എമൗണ്ടും അതിന് വന്ന അനുബന്ധ ചിലവുകളും എല്ലാം അവർക്ക് തിരികെ ലഭ്യമാകുന്ന സംവിധാനം. അത് തന്നെയാണ് ഈ കമ്പനിയും ഇവിടെ ഫോക്കസ് ചെയ്തത്. ആ ഒരു സിസ്റ്റത്തിലൂടെയാണ് ഇവിടെ കമ്മ്യൂണിറ്റി ക്രിയേഷന് വേണ്ടി, അതായത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്ഥിരതയുള്ള കമ്മ്യൂണിറ്റി ആയിരിക്കണം. ഈ കമ്പനിയിൽ നിന്നും വരുമാനം വാങ്ങിക്കൊണ്ടേയിരിക്കുന്ന കസ്റ്റമേഴ്സ് ആയിരിക്കണം. അങ്ങനെയുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും സ്ഥിരതയുള്ള കമ്പനിയുടെ അസറ്റ് ആയിരിക്കും, അല്ലെ കസ്റ്റമേഴ്സ് ആയിരിക്കും. ഒരിക്കലും നമുക്ക് വരുമാനം കിട്ടുന്ന സാഹചര്യത്തിൽ നിന്നും നമ്മൾ പുറത്തു പോയി പ്രൊഡക്റ്റുകൾ വാങ്ങില്ല. അപ്പൊ എവിടെ നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും നമ്മുടെ കമ്പനിക്ക് എന്ത് കിട്ടണം? മിഡിൽമാൻ കമ്മീഷൻ കിട്ടണം, അതിൽ നിന്ന് എന്റെ കമ്മീഷൻ കിട്ടണം. ഇത് മാത്രമേ ഉള്ളൂ ഈ സിസ്റ്റത്തില്. അപ്പൊ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് വിത്ത് ജസ്റ്റ് 1000 rupees, 1000 രൂപയിൽ നമുക്കൊരു ഇ-കൊമേഴ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് മൊബൈൽ റീചാർജുകൾ റിപ്പീറ്റ് ചെയ്ത് കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് ഇൻകം ആറേപാലത്തിൽ നിന്ന് കിട്ടും. റീബർത്തിലൂടെ നമുക്ക് പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ മൊബൈൽ റീചാർജ് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇ-കൊമേഴ്സ് ലൈഫ് ലോങ് ബിസിനസ് ആണ് നമുക്കിത്. പർച്ചേസ്, ഏൺ, നിയർ ആൻഡ് ഏൺ, അതായത് ഏറ്റവും അടുത്ത് നിന്നും നമ്മൾ ഇന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റും. പക്ഷെ അവർ നമ്മുടെ കമ്പനിയുടെ അംഗീകൃത വ്യാപാരികളായിട്ട് മാറണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വാങ്ങുമ്പോഴും നമുക്ക് വരുമാനം കിട്ടും. ഇന്ന് വരെ നമ്മൾ അടുത്തു നിന്നോ അകലിൽ നിന്നോ എവിടുന്ന് വാങ്ങിയാലും നമുക്ക് ആരും വരുമാനം തന്നിരുന്നില്ല. എന്നാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ വാങ്ങുമ്പോൾ നമുക്കതൊരു വരുമാന മാർഗമായി കൂടെ മാറുന്ന സംവിധാനം. കമ്പനി അടുത്തതായിട്ട് ബിസിനസിന്റെ ഈസിയസ്റ്റ് വേയിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് സപ്ലൈയുടെ ഭാഗമായി ഫ്രാഞ്ചൈസികൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അത് ഡിസ്ട്രിക്ട്, താലൂക്ക്, ഹോം ഷോപ്പി എന്ന 3 മെത്തേഡുകൾ മാത്രമാണ് ഉള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനായിട്ടുള്ള നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ കോൺടാക്ട് ചെയ്യാം, അതിലൂടെ അറിയാൻ സാധിക്കും. വളരെ സിമ്പിൾ, വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇതിന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആഫ്റ്റർ 30 days നമ്മൾ ലേലമായി വെക്കും. അവിടെ നമുക്ക് ഓരോ ഫ്രാഞ്ചൈസികൾക്കും, നിലവിൽ വന്നിരിക്കുന്ന ഫ്രാഞ്ചൈസികൾക്ക് പ്രയോറിറ്റി ഉണ്ടാകും. അതിലുപരി കമ്പനിയുടെ കണ്ടീഷൻസ് അനുസരിച്ച് നമുക്ക് ഫ്രാഞ്ചൈസികൾക്ക് മാറ്റവും സംഭവിക്കാം. കാരണം കമ്പനിയിലേക്ക് പ്രൊഡക്റ്റുകൾക്കും അതേപോലെ തന്നെ ആക്ടിവേഷന് വേണ്ടിയിട്ടും അതേപോലെ റീചാർജിങ്ങിനും കമ്പനിക്ക് ഉള്ള സാഹചര്യങ്ങളെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി, താലൂക്ക് ഫ്രാഞ്ചൈസി, അറ്റ്ലീസ്റ്റ് ഹോം ഷോപ്പി കൊണ്ടുവരുന്നത്. അത് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ നമ്മുടെ ബിസിനസ് പങ്കിട്ടുകൊണ്ട് വളരെ വേഗത്തിൽ, കാരണം ഈ കമ്പനിയിൽ നടക്കുന്ന ബിസിനസിന്റെ അംശാദായം ഓരോ വ്യക്തികൾക്കും നിരന്തരം ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു ജോലിക്ക് പോയാൽ ഇന്ന് ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു, ജോലി ചെയ്തു, നാളെ ഞാൻ ഈ സ്ഥാപനത്തിലെ എംപ്ലോയി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് നാളത്തെ ശമ്പളം കിട്ടൂല. നമ്മൾ നിരന്തരം ജോലിക്ക് പോയാൽ, നിരന്തരം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയോട് കൂടെ എക്കാലവും സഹകരിച്ച് നിൽക്കുക. അതേപോലെ വർക്ക് ലോഡുകൾ നമ്മൾ ഷെയർ ഇട്ട് ചെയ്യുക. അതായത് കമ്പനിക്ക് വേണ്ട സപ്പോർട്ടുകളോട് കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഫേം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിരന്തരം വരുമാനം വളരെയേറെ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഈ ഒരു സിസ്റ്റത്തിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കൂടാതെ കമ്പനി നേരത്തെ അനൗൺസ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിന്റെ കാറ്റഗറീസ് ഉണ്ടാകും. അതെല്ലാം ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസിയെ ബേസ് ചെയ്ത് അവരുടെ നിയന്ത്രണത്തിൽ, അവരുടെ കൺട്രോളിലായിരിക്കും പോകുന്നത്. അതുകൊണ്ട് എല്ലാ വ്യക്തികളും, അടുത്ത ഭാഗം നമ്മൾ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ അടുത്ത എംപ്ലോയീസിന്റെ ഭാഗങ്ങളൊക്കെ നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിനും താലൂക്കിനും അതേപോലെ പഞ്ചായത്ത് തലത്തിലുമൊക്കെയുള്ള നമ്മുടെ എംപ്ലോയീസിന്റെ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിന് ഒക്കെ താല്പര്യമുള്ളവര് നമ്മുടെ ഈ ഡിസ്ട്രിക്ട് ഫ്രാഞ്ചൈസി അല്ലെങ്കിൽ ഈ കോണ്ടാക്ട് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസ് അവരിൽ നിന്നും ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.